കണ്ണാ, നല്ല ചൂടുള്ള പാലാണ്, വേഗം കുടിക്കൂട്ടി. ഏയ് എനിക്ക് വേണ്ട, എനിക്ക് പാലൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. കണ്ണാ, നീ പാല് കുടിച്ചാൽ നിന്റെ തലമുടി വേഗം വളരും കേട്ടോ എന്ന് പറയുകയാണ് യശോദ വീണ്ടും. ഇങ്ങനെ കാര്യം നടക്കാൻ യശോദ പറയുന്ന നുണയാണ്. അതെയോ, ഞാൻ പാല് കുടിച്ചാ മുടി വളരുമോ എന്ന് നിഷ്കളങ്കതയോട് കൂടി ചോദിച്ചിട്ട് വേഗം പാലും അങ്ങനെയൊക്കെ കുടിക്കാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. യശോദ മറവീട് നോക്കുമ്പോൾ എന്താ കാണണേ? ഉണ്ണി സ്വന്തം തലമുടി വലിച്ചു നോക്കുകയാണ്, നീളം വന്നുവെന്ന്. എന്നിട്ടോ ആ സ്പിന്ന് മുടി ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ നീണ്ടു വരണ കണ്ടിട്ട് യശോദാമ്മയോട് ഉണ്ണിക്കണ്ണൻ പറയാണ്, നോക്കൂ അമ്മേ, ഞാൻ പാല് കുടിച്ചപ്പോൾ എന്റെ മുടിക്ക് നീളം വെച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്ന ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. ഇത് വില്ലുമംഗലത്തിന്റെ കർണാമൃതത്തിന്റെ ഭാഗങ്ങളാണ്. മറ്റൊരു ദിവസം യശോദ മിഠായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിഠായിയുടെ മണം ഇങ്ങനെ അടിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിക്ക്. ആ പൊന്തളയിട്ട ആ കാലുകൊണ്ട് മെല്ലെ മെല്ലെ ഉണ്ണിങ്ങനെ അടുക്കളയിലേക്ക് എത്തുകയാണ്. അപ്പൊ ഉണ്ണിക്ക് നല്ല കൊതിയായിട്ട് വയ്യ കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് നാണുണ്ട്. അപ്പൊ കൊതി പിടിച്ചിട്ട് വരികയാണ്. എന്നിട്ട് ഇങ്ങനെ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ എന്നെ വിളിച്ചോ? അപ്പൊ ഉണ്ണിയുടെ കൊതി മനസ്സിലാക്കിയിട്ട് ഉണ്ണി ഒന്ന് ചൊടിപ്പിക്കുക അമ്മ പറഞ്ഞേ, ഏയ് എന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇത് കേട്ടിട്ട് നാണിച്ചിട്ട് ഉണ്ണിക്കണ്ണൻ അങ്ങോട്ട് പൊട്ടിക്കരയണ ഉണ്ണി യശോദാമ്മ ഇങ്ങനെ വാരിയെടുക്കുകയാണ്. ശരിക്കും നമ്മുടെ ഉണ്ണി കരഞ്ഞിട്ടൊന്നും ഇല്ലെന്നേ, യശോദാമ്മയെ പറ്റിക്കാൻ അടവുകളാണ്. മറ്റൊരു ദിവസം തൊട്ടിൽ കയറി ഇരിക്കുകയാണ് നമ്മുടെ ഉണ്ണിക്കണ്ണനെ, ഉമ്മറത്തെ കോലായില്. എന്നിട്ടോ ഈ രണ്ടു കാലും ഇങ്ങോട്ട് ആട്ടുവാണ്. ഇത് കണ്ടോണ്ട് വന്ന യശോദ പറഞ്ഞു, അയ്യോ ഉണ്ണി, നീ കാലാട്ടരുത്, കാലാട്ടുന്നത് ദോഷാണ്, നിന്റെ അമ്മാവന്റെ ആയുസ് കുറയും. അപ്പൊ ഉടനെ തന്നെ ഉണ്ണിക്കണ്ണൻ കാലാട്ടിലൊക്കെ അങ്ങോട്ട് നിർത്തി. എന്നിട്ട് അമ്മ പോയി നോക്കിട്ട് നോക്കുകയാണ്. അമ്മ പോയി ഉടനെ ഉണ്ണിങ്ങനെ ഓടിച്ചിരിക്കുകയാണ്. എന്തോ ആലോചിച്ചിട്ട് ഉണ്ണിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. എന്നിട്ട് ഉണ്ണി വീണ്ടും അങ്ങോട്ട് കാലാട്ടുകയാണ്. ഭഗവാന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാലഘട്ടമായിരുന്ന ആ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഭഗവാന്റെ സന്തത സഹചാരിയായിരുന്നു ആ അമ്മ, പുണ്യമതിയായ അമ്മ യശോദ. യശോദ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യശസ്സിനെ നൽകുന്നവൾ. ഭഗവാന്റെ യശസ്സിനെ ഉയർത്തിയവളാണ് യശോദ.